നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ കൃഷ്ണകുമാറും കുടുംബവും ഒന്നടങ്കം സോഷ്യൽ മീഡിയയിൽ വളരെ ആരാധകരുള്ള ഒരു താരകുടുംബം തന്നെയാണ്. കഴിഞ്ഞ മാസമായിരുന്നു കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയയുടെ വിവാഹം. എന്തിനും ഏതിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവിനെയാണ് ദിയയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ദിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരും കൂടെ ഇല്ലാതിരുന്ന സമയത്ത് തൻ്റെ ബിസിനസ് മൊത്തത്തിൽ മോശമായി കിടന്ന സാഹചര്യത്തിൽ പോലും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഭർത്താവ് അശ്വിൻ ഗണേഷ് എന്നാണ് ദിയ പറഞ്ഞത്. അന്ന് ബോയ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ പോലും തനിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകി അശ്വിൻ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ദിയ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് ദിയ കടന്നിരിക്കുകയാണ്. വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ അതിഗംഭീരമായി ദിയയും അശ്വിനും അവരുടെ കുടുംബങ്ങളും ചേർന്ന് നടത്തിയിരുന്നു. ദിയയുടെ കുടുംബത്തിൻ്റെ ഒപ്പം അശ്വിനും ചേർന്ന് ബാലിയിൽ അതിഗംഭീരമായ ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ നടത്തിയിരുന്നു. വിവാഹശേഷം എന്താണ് ഗുഡ് ന്യൂസ് എന്ന് അന്വേഷിക്കുന്നവർക്ക് കൊടുക്കാൻ ഒരു മറുപടി ഉണ്ട് ഇപ്പോൾ ദിയയുടെ കൈയിൽ. അത് മറ്റൊന്നുമല്ല, മറ്റെല്ലാവരുടെയും പോലെ കാര്യത്തിലെന്ന പോലെയല്ല ഈ ഗുഡ് ന്യൂസിൻ്റെ വരവ് എന്ന് മാത്രം. ഇവിടെയും ദിയയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഭർത്താവ് അശ്വിൻ ഗണേഷ് തന്നെയാണ്. അശ്വിൻ ഗണേഷിന് ദിയ കണ്ണമ്മയാണ്, ദിയയ്ക്ക് അതുപോലെ അശ്വിൻ തങ്ക മകനും. ഇരുവരുടെയും ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും പങ്കാളികളിൽ മറ്റൊരാൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ്. ഏറെക്കാലമായി തിരുവനന്തപുരത്ത് ഫാൻസി ആഭരണങ്ങളുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നടത്തിപ്പോരുകയായിരുന്നു. ഇത് വെബ്സൈറ്റിലേക്ക് കടന്ന കാലഘട്ടത്തിൽ അശ്വിൻ ഗണേഷ് ദിയയ്ക്ക് ആവശ്യമുള്ള സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു. ദിയ കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിലൂടെ അവരുടെ പ്രേക്ഷകരോടും ആരാധകരോടും ഈ വിശേഷം പങ്കിടുകയും ചെയ്തു. OBY എന്ന ബ്രാൻഡ് ഇനി ചിറകടിച്ച് ഉയരങ്ങളിൽ കീഴടക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന സൂചന ദിയ കൃഷ്ണ നൽകിയിരിക്കുകയാണ്. ഇനി മുതൽ ഇൻസ്റ്റാഗ്രാം പേജും വെബ്സൈറ്റും മാത്രമല്ല, OC എന്ന് വിളിക്കുന്ന ദിയയുടെ സംരംഭത്തിൽ നിന്നും ഇഷ്ടമുള്ള ആഭരണങ്ങൾ കണ്ടു മനസ്സിലാക്കി വാങ്ങാൻ ആരാധകർക്ക് അവസരവും ഉണ്ടാകും. കവടിയാറിൽ ഒരു ഷോപ്പ് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ സൂചന ദിയ കൃഷ്ണ നൽകിക്കഴിഞ്ഞു. നിലവിൽ തൻ്റെ ആഭരണശാലയിൽ നവരാത്രി കളക്ഷൻസ് എത്തിച്ചേർന്ന വിവരം ദിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കമ്മലുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഉണ്ടെന്ന് പോസ്റ്റിൽ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യയുടെ പുതിയ തുടക്കത്തിൽ ഏറെ സന്തോഷവാനാണ് അശ്വിൻ ഗണേഷും. വലിയൊരു കാര്യം വരുന്നുവെന്നാണ് അശ്വിൻ ഗണേഷ് സ്വന്തം ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ ദിയയുടെ സ്റ്റോറി ഷെയർ ചെയ്ത് കുറിച്ചിട്ടുള്ള വാക്കുകൾ. ഭർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ ഈ പിന്തുണയ്ക്ക് ദിയ കൃഷ്ണ മറ്റൊരു ഷെയറിലൂടെ മറുപടി നൽകി കഴിഞ്ഞു. അശ്വിൻ്റെ വീട്ടിൽ ഇപ്പോൾ സംരംഭകരുടെ എണ്ണം 2ആയി. അമ്മ മീനമ്മ വളരെ വർഷങ്ങളായി നടത്തിവരുന്ന പലഹാര ബിസിനസ്സുണ്ട്. അമ്മായിയമ്മയ്ക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തതും ദിയ കൃഷ്ണൻ തന്നെയാണ്. ഇപ്പോൾ മീനമ്മാസ് കിച്ചൺ എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഇവർക്കുണ്ട്. വാട്സപ്പ് വഴിയും ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ദിയയുടെ പുതിയൊരു സന്തോഷം കൂടി എത്തിയിരിക്കുന്നത്. എന്തായാലും ബിസിനസ്സുമായി മുമ്പോട്ട് പോവുകയാണ് ദിയ. വിവാഹശേഷം തങ്ങളുടെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. അവരിലേക്കാണ് ദിയ തൻ്റെ എല്ലാ വിശേഷങ്ങളും പങ്കുവച്ച് എത്തുന്നതും. എന്തായാലും കഴിഞ്ഞിട്ടാണ് ആരാധകർ ദിയയുടെ പുതിയൊരു ബിസിനസ് സംരംഭം സ്വീകരിക്കുന്നത്. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.